333 നീലത്തിമിംഗലങ്ങളുടെ വലിപ്പം. INS വിക്രാന്ത് ഒഴുകുന്ന ഒരു പോരാളിയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് INS വിക്രാന്തിന്റെ വിശേഷങ്ങളാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പലാണ് INS വിക്രാന്ത്. മലയാളിക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട് INS വിക്രാന്തിന്റെ ചരിത്രത്തിൽ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് INS വിക്രാന്ത് നിർമ്മിച്ച് പൂർത്തിയാക്കിയത്. വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ 14,000-ഓളം പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിച്ചു. കൊച്ചി കപ്പൽശാലയിലെ 2,000 ഉദ്യോഗസ്ഥർക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലുള്ള 12,000 ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ പറയുന്നത്. വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കാൻ കഴിയും. ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും 7,500 മൈൽ പോകാനുമുള്ള ശേഷിയുണ്ട് വിക്രാന്തിന്. ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനം തന്നെയാണ് INS വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. INS വിക്രാന്തിന് 30 എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ സാധിക്കും. 20 ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ 10 ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യാം. വിക്രാന്തിന്റെ പ്രധാന സവിശേഷത സ്കീ ജംപ് ടെക്നോളജിയാണ്. കപ്പലിന്റെ മുൻഭാഗം വളഞ്ഞ് റാമ്പ് പോലെയാണ്. ഇതുമൂലം കുറഞ്ഞ ദൂരത്തിൽ നിന്നുള്ള റൺവേയിൽ നിന്ന് പോലും പോർവിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്ന് പറന്നുയരാനാകും. ടോപ്പ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത്. 30 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 2 ലിഫ്റ്റുകളുമുണ്ട്. താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ ടേൺഡ് ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും. 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക. 20,000 കോടിയിലേറെ രൂപയാണ് വിക്രാന്ത് നിർമ്മാണത്തിനുണ്ടായ മൊത്തം ചെലവ്. കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത 550-ലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചു. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്തിന്റെ പേര് തന്നെയാണ് പുതിയ കപ്പലിനും. 1997 പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്തത്. 1957 ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനിയാണ് 1961 വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യ എടുത്തത്. INS വിക്രാന്ത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് വഹിച്ചത്. പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്തായിരുന്നു. ഡീകമ്മീഷൻ ചെയ്ത ശേഷം 2012 വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിറ്റു. INS വിരാടായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനിയായി പിന്നീടെത്തിയത്. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ കപ്പലായിരുന്ന HMS ഹെർമസ് എന്ന കപ്പലാണ് 1987 ഇന്ത്യക്ക് വിറ്റത്. 30 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന വിരാട് 2017 ഡീകമ്മീഷൻ ചെയ്തു. 2013 സേനയുടെ ഭാഗമായ INS വിക്രമാദിത്യയാണ് ഇന്ത്യക്ക് നിലവിലുള്ള വിമാനവാഹിനി യുദ്ധക്കപ്പൽ. വിക്രാന്തും ചേരുന്നതോടെ 2 മാറും ഇന്ത്യയുടെ കരുത്ത്. INS വിക്രാന്തിലേക്കുള്ള പോർവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഇറങ്ങലും പറക്കലും ഒക്കെ നിയന്ത്രിക്കുന്നത് ഫ്ലൈയിങ് കൺട്രോൾ പൊസിഷൻ എന്ന ഫ്ലൈക്കോയാണ്. വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ 3 റൺവേകളുണ്ട്. പറന്നുയരാൻ 203 മീറ്ററിന്റെയും 141 മീറ്ററിന്റെയും 2 റൺവേകൾ. 190 മീറ്ററുള്ള 3-ാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക. 250 കിലോമീറ്റർ വേഗത്തിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിൽ കൃത്യമായി പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട്. ടേക്ക് ഓഫ് സമയത്ത് 14 ഡിഗ്രിയിൽ സ്കീ ജമ്പിന് സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലെയുള്ള റൺവേ വിക്രാന്തിന്റെ പ്രധാന സവിശേഷതയാണ്. 333 നീലത്തിമിംഗലങ്ങളുടെ വലിപ്പമാണ് INS വിക്രാന്തിനുള്ളതെങ്കിൽ അതിന്റെ എഞ്ചിന് 120 ഫോർമുല 1 കാറുകളുടെ ശക്തിയുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ മറ്റു പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളോടെ യുദ്ധനിരയുടെ മധ്യഭാഗത്ത് നിൽക്കേണ്ടതാണ് വിക്രാന്ത്. രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലായി വിക്രാന്ത് മാറുമ്പോൾ സവിശേഷതകൾ ഏറെയുണ്ട്. 15 ഡെക്കുകളിലായി 2,300 കമ്പാർട്ട്മെന്റുകളുള്ള വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയാൽ അതിന് 2,100 കിലോമീറ്റർ നീളമുണ്ടാകും. കൊച്ചിയിൽ നിന്നും ഡൽഹി വരെയുള്ള ആകാശ ദൂരമാണത്. കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവും തയ്യാറാണ്. മലിനജലം പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുദ്ധീകരണശാല സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഓക്സിജൻ, നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട്. കപ്പലിന്റെ ഉള്ളിൽ 684 ഏണികളും 10,000-ലേറെ പടവുകളുമുണ്ട്. CT സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്രപരിചരണ വിഭാഗവും ഒക്കെയുള്ള ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ജനറൽ വാർഡും ഫീമെയിൽ വാർഡും ഒക്കെ ഇതിലുണ്ട്. 2 വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്രപരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരുവിധമുള്ള ചികിത്സയ്ക്ക് കപ്പലിൽ നിന്നും ആർക്കും പുറത്തു പോകേണ്ടി വരില്ല. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷാ രംഗത്ത് അതിനിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ളതാണ് വിക്രാന്ത്.
രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ എന്ന നിലയിൽ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് ഈ പടക്കപ്പലിന്റെ പ്രവർത്തനം. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കലാണ് വിക്രാന്തിന്റെ പ്രധാന ദൗത്യവും. വർഷങ്ങളോളം നീണ്ട വലിയൊരു പ്രക്രിയയിലൂടെയാണ് വിക്രാന്ത് എന്ന സ്വപ്നം വിജയകരമായി പൂവണിയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്. ഇന്ത്യൻ വ്യവസായത്തിന്റെയും ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിന്റെയും അറിവും അനുഭവ സമ്പത്തും ആസൂത്രണവുമൊക്കെ നിർമ്മാണത്തിൽ ഏറെ നിർണായകമായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മികച്ച നിർമ്മിതിയായി INS വിക്രാന്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കും.